Great Chef Creation. I am your favorite chef, Chef EK. So, we will do dates cake. We will request dates cake. How dates cake? There are recipes, simple shortcut. We will do beater recipe. Middle East, I work in Dubai, best recipe. Here's the recipe. Let's get to make sure. Now, we have 15 dates. That's 200 gram dates. That's why we have a paste. We have paste. If I end the dates, I will chew the date. It's soft. But if you get dry dates, you can mix almond powder 1 cup plus 1/3 cup. Icing sugar 1 cup plus 1/3 cup. 2/3 2 cup butter. It is nannayittu mix cheya. അപ്പോൾ നമ്മൾ dry ingredients butter നന്നായിട്ട് mix ആയതിനു ശേഷം നമുക്ക് egg 1 by 1 ആയിട്ട് ആഡ് ചെയ്തു കൊടുക്കാം ട്ടോ. 3 മുട്ട. One teaspoon vanilla essence. Now, we have liquid mixer mix. Now, we will paste dates. So, this liquid mix. Spread ഒരു കപ്പ് പാല്. ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു പിരിച്ചിലിന്റെ പോലെ തോന്നും, നമ്മൾ ബാറ്റർ പിരിഞ്ഞ പോലെ. പക്ഷെ പിരിഞ്ഞല്ല, നമ്മൾ ആദ്യമായിട്ട് ആൽമണ്ട് പൗഡർ അല്ലേ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പിരിയുന്ന ആ ഒരു സ്റ്റേജ് തോന്നുന്നത്. ഒരിക്കലും ഇത് പിരിഞ്ഞതല്ല കേട്ടോ. ഇനി ബാക്കിയുള്ള എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ആഡ് ചെയ്യേണ്ടത് 1.25 കപ്പ് മൈദയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ കൂട്ടത്തിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ബേക്ക് ചെയ്യുന്ന ഒരു ഗ്ലാസിൻ്റെ ബൗളിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ബൗൾ തന്നെ വേണമെന്ന് ഇത് ഓവൻ റെസിസ്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോൾഡ് ഉപയോഗിക്കാം, അലുമിനിയത്തിൻ്റെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഏത് വേണം ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് ഓൾറെഡി സെറ്റ് വെച്ചിട്ട് പാഷൻ പേപ്പർ ഇട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് 170 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ് ആണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് കംപ്ലീറ്റ്ലി ബേക്ക് ഓഫ് ആയ നല്ല അടിപൊളിയായിട്ടുള്ള ഡേറ്റ്സ് കേക്കാണ് നമ്മൾ ബേക്ക് ചെയ്തത്. വളരെ സോഫ്റ്റ് ആണ്. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അറബികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽസ് ഇഷ്ടമുണ്ടാകുന്ന റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞു തരുന്നത്. എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇപ്പോൾ ആൽമണ്ട് പൗഡറിനെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കണം. വേണ്ട എന്ന് ഞാൻ പറയുള്ളൂ. അതിന് കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് ആൽമണ്ട് പൗഡറും
ഡേറ്റ്സിൻ്റെ ആ കോമ്പിനേഷൻ അതൊരിക്കലും മെസ്സപ്പ് ചെയ്ത് കളയരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ആൽമണ്ട് പൗഡർ തന്നെ ഉപയോഗിക്കുക. ആൽമണ്ട് പൗഡർ ഇല്ലാത്തൊരു ആൽമണ്ട് മേടിച്ച് ചോപ്പ് ചെയ്ത് പൊടിച്ച് ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിംഗ് അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. സീ യു നെക്സ്റ്റ് ടൈം.